സ്വച്ഛമായ മനസ്സിൽ നിന്ന് സഭ്യമായ സമാജം. മസ്തിഷ്കത്തിൽ സംഭവിക്കുന്ന ചിന്തകളുടെയും വിചാരങ്ങളുടെയും ഫലമായാണ് എല്ലാ കാര്യങ്ങളും സംഭവിക്കുന്നത്. ഒരു സമൂഹത്തിൽ അഹന്തയും സ്വാർത്ഥതയും ആസക്തിയുമൊക്കെ നിലനിൽക്കുന്നു എങ്കിൽ അവിടെ പലതരത്തിലുള്ള ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും കലഹങ്ങളും അക്രമങ്ങളുമൊക്കെ പതിവായിരിക്കും. പക്ഷേ എവിടെയെങ്കിലും സത്യസന്ധതയ്ക്കും വിനയത്തിനും ആദർശവാദത്തിനും സംയമനത്തിനുമൊക്കെ വില കൽപ്പിക്കുന്നുണ്ടോ, അവിടെ സത്കർമ്മങ്ങൾ മാത്രമായിരിക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവിടെ സൗഖ്യവും ശാന്തിയും ആത്മീയതയും ഉണരുന്നു. ആരോഗ്യമുള്ള ശരീരത്തിൽ ആരോഗ്യമുള്ള മനസ്സ് എന്ന പോലെ സ്വച്ഛവും ശാന്തവുമായ മനസ്സിൽ നിന്ന് സാമൂഹിക സൗഖ്യം രൂപപ്പെടുന്നു. ശരീരം രോഗാതുരമാകുമ്പോൾ മനസ്സിലും ദുഃഖവും ആകുലതകളും നിറഞ്ഞ ചിന്തകളായിരിക്കും ഉണ്ടാവുക. അസ്വസ്ഥനായ ഒരു വ്യക്തിക്ക് ഉന്നതമായ ചിന്താധാരകൾ വെച്ചു പുലർത്താൻ സാധിക്കുകയില്ല. അത്തരം വ്യക്തികളെ കൊണ്ട് ഒരിക്കലും ഒരു പരിഷ്കൃത സമൂഹം നിർമ്മിക്കാൻ സാധിക്കില്ല. ഏകതയും ഐക്യവും സ്നേഹവും ഉന്നതിയുമാണ് മാനവ സമൂഹം ആഗ്രഹിക്കുന്നത്. ആദർശവാദവും ധർമ്മവും കർത്തവ്യബോധവും പരോപകാരവും ആസ്തികതയുമൊക്കെ കൊണ്ട് നെയ്തെടുത്ത മനസ്സുകളാണ് നമുക്ക് വേണ്ടത്. ഈ ദിശയിൽ നമ്മൾ ചുവടുവെച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഉന്നതിക്കായി എന്തെല്ലാം യോഗ്യതകളും പ്രാപ്തിയുമാണോ വേണ്ടത്, അവയെല്ലാം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് അനായാസം നമുക്ക് ലഭ്യമാവും. പക്ഷേ ദുർഗുണരായ ആൾക്കാർ കൂടുതൽ സാധനാസമ്പന്നരും സാമർഥ്യമുള്ളവരുമായി മാറിയാൽ അത്തരം സാമർഥ്യങ്ങളുടെയും കഴിവുകളുടെയും ദുരുപയോഗം വർദ്ധിക്കും. അഖണ്ഡ ജ്യോതി 1962 ജൂലൈ, അധ്യായം 4.